ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നെനിക്ക് സങ്കടവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ മന്ത്ലി എടുത്തേക്കുവാണ്. അപ്പം ഇന്നെൻ്റെ മന്ത്ലിയുടെ ലാസ്റ്റ് ദിവസമായിരുന്നു. ഇതുണ്ടോ, ഇന്നെൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു മന്ത്ലിയുടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പൊട്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്. പൊട്ടത്തരം കാണിച്ചില്ലെന്നല്ല, വെറുതെ ഡയമണ്ട് പൊട്ടിച്ച് ഫിസ്റ്റ് ഇറക്കി, മിത്യോർ ഫിസ്റ്റ്. പക്ഷെ അടിച്ചില്ല. ബട്ട് അത് എനിക്ക് പൈസ തിരിച്ചു കിട്ടി. എങ്ങനെയാ കളിച്ചപ്പോൾ അത് കറക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്കിന് സ്കിൻ കിട്ടിയായിരുന്നു. 800 രൂപയുടെ സ്കിന്നാണിത്. അപ്പോൾ എനിക്കിത് അടിച്ചുകൊണ്ട് എനിക്കിനി ആ പൈസ പോയെന്ന് പറയാൻ പറ്റത്തില്ല. അതത്ര 19 സ്പിന്ന് എനിക്ക് അടിച്ചു. അപ്പോൾ അത് പോയി. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ 600 ഡയമണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്കൊരു ഹൈപ്പർ ബുക്കിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ ഹൈപ്പർ ബുക്ക് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഈ സാധനം ഉണ്ടോണ്ട് മാത്രം. ബിക്കോസ് ഈ സാധനം ഇപ്പം വരുന്നത് കുറേ നാളെടുക്കുമെന്ന് ഞാൻ എൻ്റെ ഒരു ന്യൂസ് വഴി അറിഞ്ഞു. എന്ന് വെച്ചാൽ ഫേഡഡ് വീൽ വഴിയായിരിക്കും ഇത് വരുന്നതെന്ന് ഒരു 50% എനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ വീലുണ്ട്, ആ വീല് വഴിയായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ ബുക്ക് അവർ റിലീസ് ചെയ്യത്തുള്ളൂ. ഹൈപ്പർ ബുക്ക് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നല്ല സമയമാവും. ആ സമയം വരെ എനിക്ക് ഈ ഡയമണ്ട് ഈ അക്കൗണ്ടിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുവാണ്. നമ്മൾ ഈ ഹൈപ്പർ ബുക്ക് എടുക്കാൻ പോകുന്നത് ഗാലക്സി ഹൈപ്പർ ബുക്ക്. ഈ ബുക്ക് എടുത്ത് നമ്മൾ ഈ ഡ്രാഗണെ എടുക്കും. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മളിന്ന് ബൈക്ക് സ്റ്റണ്ട് എന്ന് പറയുന്നൊരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് ഉണ്ട്. അത് നമ്മൾ കളിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പ്രൈസസ്. കാറിൻ്റെ സ്കിൻ, ബ്ലൂ വാളിൻ്റെ സ്കിൻ, ബാഗ് സ്കിന്ന്, കട്ടാന, മാഗിൻ്റെ സ്കിൻ, ഒരു ഇമോട്ടനാ. ഓ, ഇത്രയ്ക്കും കൊള്ളത്തില്ല. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഗൈസ്, ഇവനെയാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ അക്കൗണ്ടിലെ ഡയമണ്ട്സിനോട് പോവാന്ന് പറയാം. ഓ, ഈ M80 വന്നല്ലേ, എടുക്കണം. പക്ഷേ ഡയമണ്ട് ഇല്ല. ഓക്കെ ഗൈസ്, ഞാൻ പൊട്ടിക്കാൻ പോകണം ഗൈസ്. ഡയമണ്ട്സ് 3, 2, 1. ഓ, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, 500 ഡിസ്കൗണ്ട് ഇല്ല. ഓക്കെ, സീല 3, 2, 1. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഹൈപ്പർ ബുക്ക് എടുത്തിരിക്കുന്നു ഗ്ലേഷ്യേഴ്സിൻ്റെ. ഓക്കെ, വ്യൂ ചെയ്യാം. നമുക്ക് ആദ്യത്തെ പേജ് എന്നാലും അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ ലൂട്ട് അടിച്ചിരിക്കുന്നു ഗൈസ്, ലൂട്ടിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 35-ൻ്റെ ഇതാണ്. ചുമ്മാ ട്രൈ ചെയ്യാം. അടിച്ചാൽ ബിരിയാണി ഗൈസ്. കിട്ടണേ. പേടിപ്പിച്ച് ഗൈസ്. ഞാൻ കഞ്ചറാലിയേഷൻ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് മോഹിച്ചു പോയി. ബട്ട് 5 ടോക്കൺ കിട്ടി. നോ പ്രോബ്ലം. അതിന് 30 ടോക്കണും കൂടെ കിട്ടിയാൽ മതി. എന്നാലും 100 ഡയമണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല ഇതിനു വേണ്ടി. അല്ല, പൊട്ടിക്കണോ? പൊട്ടിച്ചേക്കല്ലേ. അല്ല, വേണ്ട, പൊട്ടിക്കുക. പക്ഷേ 2 ക്രേറ്റേ കിട്ടത്തുള്ളൂ, അതാണ്. എടുക്കണോ? അത് നമുക്ക് വല്ല അവതാറും എടുത്താലോ. ബാനർ വേണം. ബാനർ വേണ്ടല്ലേ. ബാനർ അടുപ്പം. അവതാർ എടുക്കുക. ഏതാ അവതാർ എടുക്കണ്ട ഗൈസ്? ഇങ്ങനത്തെ അല്ല എടുത്താലോ. എനിക്കിതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട പൂങ്കോങ് സെറ്റ് ചെയ്യാനാണ്. ഇല്ല, ഞാൻ എടുക്കാൻ വിചാരിക്കുന്ന ഇതാണ്. എൻ്റെ പേരാണ് എമിൽ. അതുകൊണ്ട് എമിൽ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എടുക്കണം. ഇല്ല, ചിലപ്പോൾ ഡെയിലി സ്പെഷ്യലിൻ്റെ അകത്ത് നമുക്ക് 100 രൂപയ്ക്ക് വല്ല ഇമോട്ടും കിട്ടും. എന്നെ ചെയ്യേണ്ട ഗൈസ്, നമ്മൾ എമിലിൻ്റെ എടുക്കാൻ പോകണം. ഒന്നും നോക്കുന്നില്ല, എമിലിൻ്റെ എടുക്കാൻ പോകും. എന്ത് ചെയ്യേ? ബാനറല്ലേ, ഐറ്റംസ്, പ്രീസെറ്റ്.
ഓക്കെ ഗൈസ്, നമ്മളടുത്തതും പൊട്ടിച്ചു പോറാണ്. ഇനി എമ്മിലിൻ്റെ എടുത്തോണ്ട് നമുക്കിനി മറ്റൊരു ക്രേറ്റും കൂടെ മേടിച്ചേക്കാം. ഒരു ക്രേറ്റ് ഇല്ലേ മറ്റേ ഇതിൻ്റെ ഗ്ലേഷ്യേഴ്സിൻ്റെ ഒരു ക്രേറ്റ് അങ്ങ് മേടിച്ചേക്കാം. ചുമ്മാ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഡെൻവർ ഉണ്ട്. പഗ് എൻ്റെ പട്ടിയുടെ പേര് ഡെൻവർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ അത് പൊട്ടിച്ച് നമ്മളെ ഹൈപ്പർ ബുക്ക് എടുത്തിരിക്കുന്നത്. ഇനി മാക്സ് ആക്കുന്ന വീഡിയോയും കാണും കേട്ടോ ഗൈസ്, ഒന്നും പറയണ്ട. നമ്മളിത് മാക്സ് ആക്കും ഗൈസ്. എങ്ങനെ ടച്ച് ചെയ്യൂ? പുതിയത് വന്നല്ലോ എന്തോ. എനിക്ക് നേരെ ഓടുന്നതിൻ്റെ സ്കില്ലാന്ന് തോന്നുന്നു. ടച്ചുകളുടെ ക്യാരക്ടറാണ്. ക്യാരക്ടർ കിട്ടിയിട്ട് ഇപ്പോൾ എന്നെ കാണിക്കാനായിട്ട്. സ്കിന്നാ. ഇതായിരുന്നു പണ്ടത്തെ ഓടുന്നതിൻ്റെ ഇത്. മനസ്സിലായി. ഇത് പുതിയത് ഉണ്ടോ? കളിച്ചാൽ മതി, സീനില്ല കളിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ബൈക്ക് സ്റ്റണ്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്കൊരു വണ്ടാപ്പുള്ളിയും കളിക്കാം കേട്ടോ ഗൈസ്. ബൈക്ക് സ്റ്റണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കളിക്കാം. ബൈക്ക് സ്റ്റണ്ട് എന്ത്? ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ സബ് ചെയ്യുക. പിന്നെ എന്നാ ഇതും കൂടെ ബെല്ലൈക്കൺ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. MRSBlaze MRS._.blaze എന്നാണ് എൻ്റെ ഇൻസ്റ്റയുടെ പേര്. ചെന്ന് സബ് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്കടിയിൽ ഏതൊരുത്തൻ എന്നെ 30 രൂപയുടെ റെഡീം കോഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, ഞാൻ നോക്കാം, നിനക്ക് 30 രൂപയുടെ റെഡീം കോഡ് നോക്കാം. നീ ഇൻസ്റ്റ എനിക്ക് മെസ്സേജ് ചെയ്യും. നിനക്ക് ഇൻസ്റ്റ ഉണ്ടെങ്കിൽ നീ ഇൻസ്റ്റ കയറ്റി. ഇല്ല, നീ എന്നെ ഫ്രീ ഫയർ എപ്പോഴേലും കാണുമ്പോൾ നീ എന്നെ ഇൻവൈറ്റ് ചെയ്യും. അവൻ എങ്ങനെയാലും ഒരു 30 രൂപയുടെ റെഡീം കോഡ് എടുത്തു കൊടുക്കണമെന്ന്. തരാമോ എന്നാണ് ചോദിച്ചേ. നീ അത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് എടുത്തു തരാടാ, ഞാൻ നോക്കാം. എന്തായാലും ഞാൻ അടുത്ത മന്തിലേക്കുള്ള ഓർഡർ കൊടുത്തേക്കുന്നേ ഉള്ളൂ. എനിക്ക് അടുത്ത മന്തിൽ കിട്ടും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ അങ്ങ് വരെ എത്തണമെന്നാണ്. മേളിലേക്ക് കയറണമെന്നാണ്, താഴേക്ക് വീഴാതെ. അയ്യോ, പോയി ഗൈസ്, റീസ്റ്റാർട്ട്. സീനില്ല, ഈ ഒരു റൗണ്ട് കൂടെ ഉള്ളു കേട്ടോ. ഇനി താഴേക്ക് നമ്മൾ 1v1 എടുക്കുന്നത്. ഒന്നുമില്ല, ഓൺലി 1v1. ലോബി പാട്ട് വെച്ചേക്കുന്നത്. പാട്ടി ഞാൻ സ്റ്റോപ്പ് സോങ് വെക്കുവാണ്. വീഴണ്ട. ഓക്കെ, നമുക്ക് അങ്ങനെ 1v1 കളിക്കാം. ഏതാണ് ഡ്രോ? അല്ല, 200 ഡയമണ്ടാണ്. പിന്നെ ആലോചിക്കാറുള്ളതാ. ഗരീനെ ഉടായിപ്പോ പൈസ എടുത്തു മാറ്റാനുള്ള പരിപാടി. ഇതിനതോ
അൺലോക്ക് വേണ്ട. വേണോ മിഡ് നൈറ്റ് ഷോ വേണ്ട. ഓ ഉറപ്പിക്കാത് കണ്ട. ഇപ്പം 0 ഡയമണ്ട് ഒരു മന്തിരി എടുത്ത ഞാൻ 0 ഡയമണ്ട് അക്കൗണ്ടിൽ. 1v1 അല്ലേ? അതെങ്ങനെ എടുക്കുന്നത്? 2v2 ആണല്ലോ. അതെങ്ങനെയാണ് എടുക്കുന്നത്? 1v1. HN3യുടെ ഇത് തന്നെ 1v1 ഇങ്ങനല്ലേ? 1v1 ഗ്രാബ് പോയിന്റ്. അങ്ങനെ സെറ്റ് ബണ്ടിലൊക്കെ ഇടാം കേട്ടോ വൈസ്. ഓക്കെ ബ്രോ. ഉടായിപ്പ ഞാനൊന്നും ചെയ്യത്തില്ല. ആണ്ടേ എന്നെ ഇതിനകത്തോട്ട് കൂട്ടി. ഓക്കെ നമ്മൾ ലേഞ്ചിലേക്ക് എടുത്തു. എത്രയും പെട്ടെന്ന് കളി തീർക്കണം. ഡെസേർട്ടുകളില്ലേ? ഡെസേർട്ട് MP40 എടുത്തേക്കാം. ചുമ്മാ ഇരിക്കട്ടെ. ഇതാടാ ഇതേ എന്തേ എന്തിടാ? ചെറുക്കനാടെ ചുമ്മാ അയക്കുമായിരുന്നു. ഈ ഒറ്റക്കളിയും കൂടെ ഉള്ളു കേട്ടോ. വീഡിയോ 12 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്നാലും സീനില്ല. വണ്ടാ പഠിക്കാനില്ലാത്തോണ്ട് ഞാൻ അടുത്തോട്ട് ചെന്നാ കൈസ് എന്നെ അവൻ അടിച്ചു വിടും. അയ്യോ ചെറുതായിട്ടൊക്കെ കുത്തിപ്പിടിച്ച എന്നാലും കയറ്റി സീനില്ല. അയ്യോ ഞങ്ങൾ ഓവാള് പോലും ഉപയോഗിക്കുന്നില്ല. ഈ നൂപനൊക്കെ പാടാ അത്രേ ഉള്ളു. ഓ ഇതിൻ്റെ അകത്തൊക്കെ ഇമോട്ടുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഈ ശരി ഓടാ അത് സെറ്റ് ആവാനായിരുന്നു ഗീസ്. ഇതിനകത്ത് മോഡൊന്നും ഇല്ല കേട്ടോ ഗീസ്. ഇമോട്ട് ഇട്ടിട്ട് ഞാൻ പൊട്ടിച്ചാനിട്ട്. എടാ എടാ ചുമ്മാ ആയിരുന്നേ. ഞാൻ വെടി വെക്കുന്നല്ലേ പാഞ്ചിറക്കൻ എഴുത്തിരിക്കും അല്ലേ? ഇമോട്ടിടാം. മുട്ടയ്ക്ക് പൊട്ടിക്കാമോ നോക്കട്ടെ. ഇവൻ എന്നാണ് MP40 കൊണ്ടിരിക്കുന്നത് കുട്ടിപ്പിടിക്കുന്നേ. നമുക്ക് ഡെസേർട്ടും കൊണ്ടൊന്ന് പിടിക്കാം. ഇങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് MP40 കൊണ്ട് കുത്തി പിടിച്ച് എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ. ഒന്നോ കിട്ടിയില്ലേ? എന്നാൽ MP40 മാറ്റി വെക്ക്. ഇതുകൊണ്ടാണ് കേസ് ഞാൻ MP40 വെക്കാത്തത്. ഇവൻ MP40 ഇല്ലാതെ വിളിക്കാൻ എനിക്ക് തോന്നില്ല. നമുക്ക് ഇവനെ പെട്ടെന്ന് പൊട്ടിക്കണം. എടാ ഓക്കെ ഞാനങ്ങനെ 1v1 ജയിച്ചായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ കിട്ടിയില്ല.
ബട്ട് നിങ്ങൾ തുടക്കം കണ്ടല്ലോ 5 റൗണ്ട് ഞാൻ പിടിച്ചായിരുന്നു. ബാക്കി റൗണ്ട് അവൻ കുത്തി പിടിച്ചോണ്ട് ഞാൻ മറ്റേ എന്നായിരുന്നു ആ വുഡ് പെക്കറും കൊണ്ട് വണ്ടാ പഠിക്കുമായിരുന്നു. ആ വിഷ്വൽ കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. അടുത്ത കളി നമ്മൾ 1v1 തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റയും കൂടെ ഫോളോ അടിക്കുക. ഓക്കെ, ബൈ ഗായ്സ്.